പിന്നെ അരുൺ ആ പേര് വിളിക്കുമ്പോഴേ എനിക്ക് ഇവിടെ ഈ വേറൊരാളും കൂടി വിളിക്കാനുണ്ട്. ഞങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ഉള്ള ആളാണെന്ന് മാത്രം. അരുൺ ഇന്നാണ് നമ്മുടെ ഒപ്പം ചേർന്നത്. അപ്പൊ നമുക്ക് ഇനി അയാളുടെ മണിക്കൂറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. ഡോക്ടർ അരുൺ കുമാർ. Yes, good morning, Roshi. Good morning, good morning. Good morning, good morning, Vengi. Yes. Good morning, Arun Govan. ഗുഡ് മോർണിംഗ്. കുറേ കാലമായി കണ്ടിട്ട്. കുറേ മാറ്റമുണ്ട് അല്ലേ? അരുണിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചുള്ളനായില്ലേ? ഒരുപാട് ചുള്ളനായി. അതാണ് യങ്ങായി, കൂടുതൽ ചെറുപ്പമായി അല്ലേ? അരുൺ ഗോപൻ നേരത്തെ നമ്മളോട് പറയുമായിരുന്നേ, ഞാൻ അരുൺ കുമാറിന്റെ ഒക്കെ ഫാനാണ് കേട്ടോ. നിങ്ങളുടെ അടി കൂടാറുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ പേഴ്സണലി എന്റെ വീടിന്റെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്താണ് വെങ്കി ഇവിടെ താമസിക്കേണ്ടത്. എന്നാലും ചേച്ചി അവിടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഞാനൊരു കൗതുകം പോലെ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, അവരെപ്പോഴും ഇങ്ങനെ തന്നെയാണോ, റിയലി ഫൈറ്റ് ആണോ അതോ ചാനലിന് വേണ്ടി മാത്രമാണോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഒരു പാവം മനുഷ്യൻ. അപ്പം അരുൺ കുടുംബമൊക്കെ സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ഞാനിപ്പോ കുറെ പാട്ട് കേട്ട് ഇങ്ങനെ വരികയായിരുന്നു രാവിലെ. രാവിലെ ഇങ്ങനെ ഇങ്ങനെ ശ്രുതി മധുരത്തിൽ തുടങ്ങിയാണ് സമാധാനം. രാവിലെ ഇങ്ങനെ സമാധാനമായിരുന്നു. സാധാരണ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒന്നുകിൽ ബസപകടം, അതല്ലെങ്കിൽ ആത്മഹത്യ, അതല്ലെങ്കിൽ മരണം, കൊലപാതകം, ഇതൊക്കെയാ നല്ല വേദനയുടെ വാർത്തയാണ് ജയചന്ദ്രനുമായി ബന്ധപ്പെട്ട്. നമുക്ക് അദ്ദേഹത്തെ പാട്ടുകളിലൂടെയാണല്ലോ നമുക്ക് ഓർക്കാൻ കഴിയുക. എന്തായാലും അരുൺ വന്നതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. കാരണം ആക്ച്വലി എനിക്ക് അദ്ദേഹത്തിന്റെ ചടങ്ങുകളിലൊന്നും കൂടാൻ പറ്റിയില്ല. ടു ബി ഫ്രാങ്ക്, ഒരു 3 weeks ആയിട്ട് സത്യമായിട്ട് പറയണു, ഒന്ന് പോകണം, ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോനെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകണം. കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഭയങ്കര സന്തോഷമായിരിക്കും. എന്തുകൊണ്ടൊക്കെയോ നടന്നില്ല. ഇന്നലെ അങ്ങനെ ഒരു ന്യൂസും കേട്ടു. പക്ഷേ ഇങ്ങനൊരു കാര്യത്തിലൂടെയെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് വെങ്കി വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു പാട്ടും കൂടി അരുണിനെ കൊണ്ട് പഠിപ്പിക്കാം. ഒന്നുകൂടി നമുക്ക് ഓർക്കാം. തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞു വെങ്കിയുടെ ഫേവറേറ്റ് സോങ് ആണ് രാസാത്തി ഉണ്ണേ. അതെ, ഓക്കെ, അതന്നെയാണ്. രാസാത്തി ഉന്ന കാണാത നെഞ്ച് കാത്താടി പോലാടുത്. രാസാത്തി ഉന്ന കാണാത നെഞ്ച് കാത്താടി പോലാടുത്. പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഉന്ന തേടുത്. രാസാത്തി ഒന്ന കാണാത നെഞ്ച് കാത്താടി പോലാടുത്. ഇതിനെ കുറിച്ച് ഇളയരാജ പണ്ട് കുറച്ച് അതിശയോക്തി കലർന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് രാസാത്തി എന്ന ഈ പാട്ട് ഈ സിനിമയിൽ വരുമ്പോൾ ഈ തമിഴ്നാട്ടിൽ ഉൾഗ്രാമത്തിൽ ഈ തിയേറ്ററിൽ ഇതിങ്ങനെ ഈ പാട്ട് വെക്കുമ്പോൾ കാട്ടിൽ നിന്ന് ആനകൾ വന്ന് ഈ പാട്ട് കേട്ട് മടങ്ങിപ്പോകുന്നത് അതിശയോക്തി കലർത്തി പറഞ്ഞതാണെങ്കിൽ പോലും അത്രമേൽ സ്വീകാര്യമായ ഒരു പാട്ടായിരുന്നു. അല്ലേ? അത് കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീൽ. അരുൺ തന്നെ ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു. അരുൺ ചേട്ടൻ ഏത് പാട്ടാണ് ഇഷ്ടം? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്തിഗാനങ്ങളിൽ തുടങ്ങുകയാണെങ്കിൽ നെയ്യാറ്റിൻകര വാഴും കണ്ട, അത് ശിവാജി ഗണേശനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിട്ട് ആദ്യത്തെ പാട്ട് തന്നെയാണ് മഞ്ഞളയിൽ മുങ്ങിത്തോർത്ത്. അത് ആ കളിത്തോഴൻ എന്ന സിനിമയിലാണ്. അത് ആ സിനിമയിൽ തുടങ്ങുന്ന ആ കാലം മുതൽ ഇന്ന് വരെ ഏത് വേദിയിലും ജയചന്ദ്രൻ ഉണ്ടെങ്കിൽ ആ പാട്ട് പാടി അല്ലേ. പിന്നെ ലളിതഗാനങ്ങൾ അതാ പറയുക, ഈ സിനിമയിൽ അല്ലാതെ തന്നെ അദ്ദേഹം 1000-ലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട് ആൽബങ്ങളായിട്ട്. ലൈറ്റ് മ്യൂസിക്സും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ താങ്ക് യു അരുൺ, താങ്ക് യു റോഷിനി, താങ്ക് യു വെങ്കിടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. രാവിലെയുള്ള പ്രഭാതങ്ങൾ ധന്യമാക്കാം അല്ലേ.